കഷ്ടം. ഇങ്ങനൊരു അവസ്ഥ ആർക്കും വരല്ല ദൈവമേ. പഞ്ചായത്തിൽ നിന്ന് ഒരു വീട് അനുവദിച്ചതൊക്കെ അത് കിട്ടിയില്ല. ഇനി ഒരു ലോൺ കിട്ടാൻ വേണ്ടി ആരുടെ എല്ലാം കയ്യും കാലും പിടിക്കണമെന്ന് തോന്നുന്നു. ശങ്കരേട്ടാ, ശങ്കരേട്ടാ, എന്താ വരോ? ഞാൻ വരുന്നു. എന്തൊരു മഴ, ഈ മഴ ഇനി എന്ന് തോരും. പിന്നെ ഇവിടെ ദേ ഫുള്ള് ചോർന്നൊലിക്കുക. പിള്ളേര് എത്രയാണെന്ന് പറഞ്ഞ അമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കുന്നേ മഴയാണെന്ന് കരുതി. പഞ്ചായത്തിൽ ഞാൻ എത്ര വേണോ 3 വർഷം കൊണ്ട് പഞ്ചായത്തിൽ കയറി ഇറങ്ങിയാണ്. ആ മെമ്പറേയും കണ്ട് എന്റെ ഊപ്പാട് വന്നിട്ടുണ്ട്. രണ്ടാമത് ആ കൊച്ചിന്റെ കാരുണ്യം കൊണ്ടൊരു ലോണ് തരാന്ന് പറഞ്ഞിട്ടുണ്ട് 3 ലക്ഷം രൂപ. പക്ഷെ പഞ്ചായത്തിൽ അതിന് തന്നെ അപേക്ഷ കൊടുത്തിട്ട് എത്ര നാളായി. പോയി മടുത്ത്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെയെങ്കിലും റെഡിയാക്കി എടുത്തേ പറ്റൂ. അല്ലെങ്കിൽ കൊച്ചുങ്ങളെ എത്ര നാളെന്ന് പറഞ്ഞ് അമ്മാമ്മേരെ വീട്ടിൽ നിർത്താൻ പറ്റും? ഒരു കാര്യം ചെയ്യാം, പഞ്ചായത്തിലെ സാറ് നാളെ അല്ലേ ഒന്നുകൂടി ചെല്ലാൻ പറഞ്ഞേ. നിങ്ങൾ നാളെ കൂടി പോയിട്ട് വരും. പോവാ, ഒന്നും കൂടെ പോയി നോക്കാം. ആ, എന്താണ്? പെർമിറ്റിന്റെ അത് പുറത്ത് റൈറ്റ് സൈഡിലെ V2 സെക്ഷനിൽ കൊടുത്താൽ മതി. V2 സെക്ഷൻ. മാഡം, എന്റെ പെർമിറ്റിന്റെ എന്തായി? മാഡം അല്ലേ അന്ന് പറഞ്ഞ് ഞാൻ പേപ്പർ എല്ലാം കൊണ്ട് തന്നില്ലേ? ഞാനിപ്പോ ഇച്ചിരി ബിസിയില്ല, നോക്കാനുള്ള സമയമില്ല. എന്താ മാഡം, എന്റെ പേപ്പർ റെഡിയാക്കി താ മാഡം. ഞാനല്ലേ ഇയാളോട് പറഞ്ഞ എനിക്ക് നോക്കാൻ സമയമില്ല. വീടെന്ന് പറഞ്ഞ് പഞ്ചായത്തിൽ കയറി ഇറങ്ങി. മാഡം പറഞ്ഞിട്ട് ഇയാള് പറഞ്ഞില്ല പേപ്പർ ആദ്യം കൊണ്ടുപോവാ. അതുകൊണ്ട് മാഡം പറഞ്ഞ ഞാൻ ഈ പേപ്പർ എല്ലാം എനിക്കിപ്പോ ഇത് നോക്കാൻ സമയമില്ല. ഞാൻ ഇവിടെ അർജന്റായിട്ട് ജോലി ചെയ്യുന്ന കണ്ട ഇയാള് പോയിട്ട് പിന്നെ വാ. ഇങ്ങനെ പറഞ്ഞ വെക്കൂല മാഡം. അങ്ങനെ പറഞ്ഞ വെക്കൂല. ഇയാള് പോയി അവിടെ സാറിനെ പോയി കാണും. പോ, എനിക്ക് നേരമില്ല. എന്ന് റെഡിയാക്കി തരൂ മാഡം. തന്നോടല്ലേ പറഞ്ഞ റെഡിയാക്കി തരാൻ, എനിക്ക് സമയമില്ലാന്ന്. താൻ പോയി ആ സാറിനെ പോയി കാണും. ഇപ്പൊ എനിക്ക് എന്തൊന്നും ചെയ്യാൻ സമയമില്ല. തന്നോടല്ലേ ഞാൻ പറഞ്ഞ പോയിട്ട് വരാൻ. ആ സാറോ, ഒന്ന് മാറിയുന്ന ഇങ്ങോട്ട് ഇരിക്കണോ സാർ? നമ്മുടെ കാര്യമെല്ലാം ശരിയായി സാർ. ഫ്ലാറ്റിന്റെ കാര്യമല്ലേ എല്ലാം ഓക്കെ ആയി. നമുക്കിനി ഒപ്പിട്ടാ മാത്രം മതി. നമുക്ക് സാറിന്റെ അടുത്ത് പോയി ഒപ്പിടിക്കാം. ഞാനും കൂടെ വരാം. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് സാറിന് ശേഷം? അപ്പൊ നമുക്ക് വേറെ എല്ലാം ഓക്കെ ആയി. സാറിന്റെ ഫ്ലാറ്റ് എല്ലാം ഓക്കെ ആണ്. ഇയാൾ ഇതുവരെ പോയില്ലേ? താൻ പോയി സാറിനെ കണ്ടേ? പോയേ, അങ്ങോട്ട് പോയേ. എല്ലാ പേപ്പറും ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് സാറിനെ പോയി സൈൻ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോ എന്റെ പേപ്പർ എന്തായി? സാർ, എന്തോന്ന് എന്റെ പേപ്പർ എന്തിനായി? പേപ്പർ സെക്രട്ടറി കാണിക്കും. സാറല്ലേ ഇതെല്ലാം എടുത്തോണ്ട് വരാൻ വേണ്ടി പറഞ്ഞില്ലേ? ഞാൻ ഇപ്പൊ പറഞ്ഞെടുത്തോണ്ട് വരാ. എന്താ ഇങ്ങനെ പറയുന്നത്? എല്ലാം സാറ് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തോണ്ട് വന്നത്. സെക്രട്ടറി കാണിക്കും. ഞാൻ 3 വർഷം കൊണ്ട് ഇവിടെ കേറയല്ലേ സാറേ. വീട് എനിക്ക് ഇപ്പൊ തരാന്ന് പറയുന്നത്. എനിക്ക് ഇതുവരെ വീട് കിട്ടിയില്ല. സെക്രട്ടറിയോട് ഹലോ, സാർ പറയണ സാറേ. നാളെ അങ്ങോട്ട് വരാം സാറേ. സാറേ, കരുതൽ രസീതും ഇത് എടുത്തു വെച്ചിരുന്നത് മതി. അപ്പൊ ഞാൻ വന്നിട്ട് അത് ശരിയാക്കി തരാം. ഓ, അത് ശരിയാക്കി തരാം സാർ. ഓക്കെ മാഡം, ഒന്ന് പറയാം മാഡം, എന്റെ കാര്യം ഒന്ന് പറയാം മാഡം. ശരി. ഇയാളങ്ങ് പുറത്തിറങ്ങിയില്ലേ? സാറിന്റെ ഫ്ലാറ്റിന്റെതാണ്. സാറിന്റെ സൈൻ അത് ശരിയായി തരാം. പിന്നെ എന്തുണ്ട് വിശേഷം? സുഖം തന്നെ. ബാംഗ്ലൂരിൽ പോകുന്നു. എന്ത് പറ്റി തന്നെ? നാളെ
സാറേ എന്റെ ഇയാള് പോയില്ലേ? നോക്കണം സാർ. ഇയാളുടെ പോകാൻ പറഞ്ഞില്ല. ഇയാള് സെക്രട്ടറി പോയി കാണാൻ. വെളിയിലാണ് പോകുന്നത് സാറേ. ഇയാള് സെക്രട്ടറിയെ കാണും, കണ്ടിട്ട് വാ. ഇയാള് ഇങ്ങനെ എന്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ള കാര്യമുണ്ടോ? സാറേ എനിക്കൊന്ന് ചെയ്തതാ സാറേ. ഇയാള് സെക്രട്ടറിയെ പോയി കണ്ട് സംസാരിച്ചിട്ട് വാ. സെക്രട്ടറി കാണുമ്പോ സാറിനെ കാണാനാണ് പറയുന്നത്. സാറ് വിചാരിച്ചാലേ നടക്കൂ. സാർ എന്നെ മാറ്റാൻ വേണ്ടിയാണ് സാറ് പറയണത്. എല്ലാം നടക്കൂ. എന്നെ കൊണ്ട് ഞാൻ കൂലി വേലയ്ക്ക് പോകുന്ന ആളാണ് സാറേ. എന്തെങ്കിലും നടന്നാൽ മാത്രമേ ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. എന്നാലും സാറ് പറയും എന്ത് ചെയ്യാൻ, ചെറിയ ഇതാണെങ്കിലേ എന്നെ കൊണ്ട് പറ്റും. ഒരു 5000 രൂപ കൊണ്ടുവന്ന് ശരിയാക്കി തരാം. 5000 സാറേ? പിന്നല്ലാതെ ഇവിടെയൊക്കെ നടക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ പൈസ ചെലവാക്കിയാലേ നടക്കും. ഇപ്പൊ തന്നെ കഷ്ടപ്പെട്ടാണ് എന്റെ കൊച്ചുങ്ങൾക്ക് പുസ്തകം വായിക്കണതൊക്കെ ചെയ്ത് ഞാൻ അവരെ സ്കൂളിലോട്ട് അയക്കാൻ വേണ്ടി നോക്കിയാണ്. ഇവിടെ എന്റെ ഭാര്യയാണെങ്കിൽ വയ്യാത്ത ഒരാളാണ്. നിങ്ങൾ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ നടക്കൂല. സാർ ഒന്ന് എങ്ങനെയെങ്കിലും 5000 ഒന്നും എന്നെ കൊണ്ട് പറ്റൂല സാർ. 5000 രൂപ അടയ്ക്കണം, ആ പെർമിറ്റിന്റെ പൈസ ഒക്കെ അടയ്ക്കണം. എങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ. പെർമിറ്റിന്റെ ഞാൻ എന്തെങ്കിലും കടം വാങ്ങിച്ചെങ്കിലും അടയ്ക്കാൻ നോക്കാം. പക്ഷെ 5000 ഒന്ന് ഒഴിവാക്കി കൂടെ സാറേ? അതെങ്ങനെ ഒഴിവാക്കാൻ പറ്റും? ഈ പേപ്പറുകൾ ശരിയാക്കണ്ടേ? സാർ അത് എങ്ങനെയെങ്കിലും ഒന്ന് എനിക്കൊന്ന് സാറ് ചെയ്തു കഴിഞ്ഞാൽ ഒരു കുടുംബം രക്ഷപ്പെടും സാറേ. ഒന്ന് നിങ്ങളെ കൊണ്ട് എത്ര തരാൻ പറ്റും? എത്ര തരാൻ പറ്റും? ഒരു തുക പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് സാറേ ഇപ്പൊ. ഒരു 1000 രൂപ കുറച്ച് 4000 രൂപ ബാക്കിയുള്ളവർ കൂടെ ചെയ്യാറുണ്ട് സാറേ. ഒന്ന് നോക്ക് സാറേ. അതിൽ കുറച്ച് പറ്റൂല. നിങ്ങൾ പൈസ 4000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിയാക്കി തരാം സാറേ. എന്നെ ഒന്ന് പരിഗണിക്കും സാറേ, പ്ലീസ് സാറേ. നിങ്ങൾ രാവിലെ ശല്യപ്പെടുത്താതെ നിങ്ങൾ വെളിയിൽ ഇറങ്ങിപ്പോയി. രാവിലെ ജോലി ചെയ്യാനൊന്നും പഠിക്കില്ല. ഒരാന്ന് വന്ന് കയറും. നമ്മുടെ മറ്റേ സാറിന്റെ ഫയലാണ്, ഒന്ന് വെരിഫൈ ചെയ്ത് സൈൻ ചെയ്യാനായിട്ട്. ഫൈനൽ വെരിഫിക്കേഷൻ. രാജേഷ് പോയി സൈറ്റ് നോക്കിയാ സാർ പോയി നോക്കിയാൽ രാജേഷിനെ ഒന്ന് വിളിക്കാം. രാജേഷ് എന്തായി? പോയി അവിടെ സൈറ്റ് ഒക്കെ നോക്കിയായിരുന്നു? നോക്കിയിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല മാഡം, പ്രശ്നമൊന്നുമില്ല. നമുക്കേ അടുത്ത വസ്തുക്കാരുണ്ടല്ലോ, അവര് എന്തെങ്കിലും പ്രശ്നമായിട്ട് നാളെ വരരുത്. കാര്യം പുള്ളി ബിൽഡിങ് വെച്ച് കഴിയുമ്പോഴത്തേക്ക്, ബിൽഡിങ്ങിന്റെ പണി തീർന്നു കഴിയുമ്പം അവർക്കതൊരു ബുദ്ധിമുട്ടായി മാറും. അപ്പം നാളെ നമുക്കൊരു പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ അത് നാളെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അപ്പോഴേ ചെയ്ത് തന്നിട്ടുണ്ട്, പഴയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത സെക്ഷൻ നമ്മുടെ മറ്റേ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ? അതെല്ലാം പറഞ്ഞ ലിക്വിഡ് ആണോ? അതെ, അത് വേറെ കുഴപ്പമൊന്നുമില്ല. എന്താ തന്നോട് പുറത്തിരിക്കാനല്ലോടോ പറഞ്ഞേ? എത്ര നാളായി മേഡം ഞാൻ ഇയാൾ ആരെ ഇങ്ങോട്ട് കയറ്റി വിട്ടു? ഇയാൾ നേരത്തെ ഇങ്ങോട്ട് കയറി വന്നതല്ലേ? ചുമ്മാ എത്ര നാളായി ഞാൻ ഇതിന്റെ പിറകെ നടക്കാൻ തുടങ്ങി? 3 കൊല്ലം കൊണ്ട് ലോണ് കിട്ടാൻ താൻ പുറത്തിരിക്ക്. എനിക്ക് ശരിയാക്കി തരൂ മാഡം. എനിക്ക് ശരിയാക്കി തന്നേ പറ്റൂ. എനിക്ക് ശരിയാക്കി തരൂ മാഡം. ഇയാൾ കുറച്ച് നേരത്തെ കയറി വന്നായിരുന്നു. അനുജ് ശ്രദ്ധിക്കുന്നില്ലേ? ഇവിടെ ആരാ കയറി വരുന്നേ പോകുന്ന ഇതൊന്നും അനുജ് ശ്രദ്ധിക്കുന്നില്ലേ? അനുജയ്ക്ക് എന്താ ഇവിടെ ജോലി? സോറി മാത്രം പറഞ്ഞാ മതിയോ? ഇനി ശ്രദ്ധിച്ചോണം. ഒന്നും നടക്കില്ല. അവർക്ക് പൈസ വേണമെന്നാണ് പറയണത്. നമ്മൾ എവിടെ നിന്ന് പൈസ കൊടുക്കും? പൈസയോ? അവർക്ക് പൈസ 5000 രൂപ പൈസ വേണോ? 5000 രൂപയ്ക്ക് ഇനി നമ്മളെവിടെ പോകും? നമുക്ക് ഒരു നിവർത്തിയില്ല. എന്ത് ചെയ്യട്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആകെ തൊഴിലുറപ്പിന് പോകുന്ന പൈസ മാത്രമല്ലേ കയ്യിലുള്ളൂ, അത് സമയത്ത് കിട്ടാറുമില്ല. രാഷ്ട്രീയക്കാരുടെയൊക്കെ പറഞ്ഞു മടുത്ത്. മെമ്പർ പൈസ ഉള്ളിടത്തോട്ടേ പോകും, നമ്മുടെ അടുത്തോട്ട് വരേ ഇല്ലല്ലോ. എന്ത് ചെയ്യട്ടെ, നമ്മൾ എന്ത് ചെയ്യാം? ഈ പട്ടിണിയായിട്ട് കിടക്കുന്ന നമ്മളെ പൈസക്ക് എവിടെ പോവാന്? എന്താ ചെയ്യുമോ എന്തോ.
ആ മക്കളെ നോക്കിയിരിക്കുന്നു. മക്കൾ എന്ന് വന്ന്? ഇന്നലെ. മക്കളെ പഞ്ചായത്തിൽ നമ്മളൊരു വീടിന് അപേക്ഷ കൊടുത്തു. വീടിന് ആദ്യം അപേക്ഷ കൊടുത്തു പഞ്ചായത്ത് തരുമെന്ന് പറഞ്ഞ് കളഞ്ഞു. എന്നിട്ട് ഒരാൾ നമുക്ക് ലോണ് തരാന്ന് പറഞ്ഞിട്ട് അവര് അവിടെ പഞ്ചായത്ത് പെർമിറ്റിന് പോയി മടുത്ത്. ഇപ്പൊ പറയണേന്ന് പറഞ്ഞാൽ 5000 രൂപ വേണമെന്നാണ് പറയണത്. 5000 രൂപ നമ്മൾ എവിടെ നിന്ന് കൊടുക്കും? അല്ലെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്തിന്റെ സിസ്റ്റം ഇങ്ങനെയാണ്, നമുക്കത് മാറ്റണം. ഞാൻ എന്തായാലും നോക്കട്ടെ, ഞാൻ ഒരു കോള് നോക്കട്ടെ. മക്കൾ അങ്ങനെ സഹായിച്ചാൽ മക്കൾക്ക് പുണ്യം കിട്ടും. നോക്കട്ടെ. അതെ, അത് നാളെ എന്തായാലും ശങ്കരേട്ട ഒരു പ്രാവശ്യം കൂടെ പോയിട്ട് വാ. എനിക്ക് വയ്യ. അകത്തിരിക്കുന്ന താടക എന്ന് പറഞ്ഞാൽ എന്നെ അവള് പുറന്തള്ളി. എന്നിട്ട് അകത്തെന്തോ വലിയ കാര്യം പാർട്ടിയുടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് എന്നെ വെറുതെ പുറന്തള്ളിയാണ് കളഞ്ഞത്. അവിടെ പാന്റൊക്കെ ഇട്ട് ഇന്ത്യയിൽ വന്ന ഒരുത്തിന് ഭയങ്കര മുൻഗണന കൊടുത്തു. എന്നെ ഇനി വെളിയിലെടുത്ത് കളഞ്ഞു. ഒരു ഞല്ലി കണക്ക് ഒരു പ്യൂണ് പെണ്ണ് വന്നിട്ട് ഇറങ്ങു വെളിയിലെന്നും പറഞ്ഞിട്ട് വെളിയിലാക്കി കളഞ്ഞു. ഈ പണം ഇല്ലാത്ത നമ്മൾ ഇനി എന്ത് ചെയ്യും? എനിക്കറിഞ്ഞൂടാ. ആത്മഹത്യയേ ഉള്ളു വഴി, അല്ലാതെ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയില്ല. നമ്മൾ ഇനി അത് എന്ത് ചെയ്യും? കിരൺ കേട്ടിട്ട് പോയി ഒരു മറുപടി പരിഹാരം ഉണ്ടാക്കും. മക്കളെ എന്തായി അത്? നാളെ എന്തായാലും അമ്മ ഒന്നുകൂടെ പഞ്ചായത്തിലേക്ക് വാ, ബാക്കി നമുക്ക് അവിടെ വെച്ച് നോക്കാം. അപ്പൊ പൈസ എന്ത് ചെയ്യും മക്കളെ? പൈസ ഞാൻ നാളെ സെറ്റ് ആയിക്കോളാം. അമ്മ വന്നാ മതി. കൊണ്ടുവരൂ. കൊണ്ടുവരാം. നമുക്ക് നാളെ വേറൊരു പണിയുണ്ട്. എനിക്ക് വയ്യ അവിടെ വരാം. എങ്കിലും മക്കള് പറഞ്ഞല്ലേ. അമ്മ ഒരു ദിവസത്തേക്ക് നാളെ ഒരു ദിവസത്തേക്ക് വാ. നാളത്തേക്ക് നമുക്ക് ഇവിടുത്തെ വീടിന്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കാം. എന്തായാലും മക്കള് പറഞ്ഞതല്ലേ. ഞാൻ നാളെ ഒരു 10 മണിയാകുമ്പോ അവിടെ കാണും. നാളെ രാവിലെ ഞാൻ വരും 10 മണിക്ക് അവിടെ കാണും. നിങ്ങൾ വീണ്ടും വന്നോ? ഞാൻ പറഞ്ഞ കാര്യം എന്തരായി? ശരിയായി സാർ, ശകലം കുറവുണ്ട്. എടുക്കട്ടെ സാർ? എന്നെ കളിയാക്കുകയാണ്. കുറവ് ശകലം ഉണ്ട്, അത്രയോ. ഇനിയെങ്കിലും എന്റെ കാര്യം ഒന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കട്ടെ. വളരെ പാടുപെട്ട് സാർ അത് ഉണ്ടാക്കാനായി. നിങ്ങളെ പേപ്പർ എടുക്കും. നിങ്ങൾ വെളിയിലോട്ട് നിൽക്കുക. എന്തിനാ സാർ കൈക്കൂലി വാങ്ങിയത്? സാർ ഞാൻ ഒന്നും മേടിച്ചിട്ടില്ല. കൈക്കൂലൊന്നും മേടിച്ചിട്ടില്ല. ഇദ്ദേഹം ഇവിടെ വന്ന അന്ന് മുതൽ ഞങ്ങൾ നിങ്ങളെ വാങ്ങിച്ചത്. ഞാൻ വേറെ ഒന്നും മേടിച്ചിട്ടില്ല സാർ. സാധാരണക്കാരായ ആളുകൾക്ക് ഓഫീസിൽ കയറി പറ്റാൻ അവസ്ഥ നിങ്ങൾക്കാണ്. ഒന്ന് സെർച്ച് ചെയ്യണം. ഇങ്ങോട്ട് Next 140798. Next 544789. 570060. Okay. സാർ ഒരു പ്രാവശ്യത്തേക്ക് സാർ. നോ എക്സ്ക്യൂസ്. ക്ഷമിക്കല്ലോ സാർ. ഇങ്ങനെ ഉള്ളവര് എത്ര നാളുകൊണ്ട് ഞാൻ കയറി ഇറങ്ങിയാണെന്നറിയാം സാർ. ഇവിടെ തന്നെ പോലുള്ളവർ കാരണം ഈ സമൂഹത്തില് സാധാരണക്കാരായ ഒത്തിരി പേർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. തെറ്റ് ഒരു പ്രാവശ്യം ചെയ്താലും ആവർത്തിച്ചാലും കുറ്റം ഒന്ന് തന്നെയാണ്. എന്റെ സർട്ടിഫിക്കറ്റിന് എന്തെങ്കിലും ഇയാളല്ലാതെ വേറെ ഓഫീസർ വന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് തരും. ഓക്കെ, ശരി സാർ. അതിനുള്ളതുണ്ടാവും. ഇയാളെ കസ്റ്റഡിയിൽ എടുക്കും. സാർ ഒരു പ്രാവശ്യത്തേക്ക് നോ എക്സ്ക്യൂസ്. ഓക്കെ, ഒരു പ്രാവശ്യത്തേക്ക്